ഏറ്റവും ദുഷിച്ച ഭക്ഷണം ഏതാണ്? ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം വിവാഹത്തോടനുബന്ധിച്ച് കൊടുക്കുന്ന ഭക്ഷണമാണ്. എങ്ങനെ കൊടുക്കുന്നത്? മനസ്സിലായിക്കോട്ടെ. പാവങ്ങളെ മാത്രം ഒഴിവാക്കി പണക്കാരെ മാത്രം വിളിക്കുന്ന കല്യാണങ്ങളുണ്ടല്ലോ, അതാണ് ഭൂമി ലോകത്തെ ഏറ്റവും മോശം ഭക്ഷണം. ഈ വിവാഹത്തോടനുബന്ധിച്ച് കൊടുക്കുന്ന ഭക്ഷണം അതാണല്ലോ സൽക്കാരം പറയുന്നത്. ആ സദ്യക്ക് വേണ്ടി നിങ്ങൾ ക്ഷണിച്ചാൽ വലിയ ജീവിതം നിങ്ങൾ ഉത്തരം നൽകണം. അല്ല പറയണത് എനിക്കൊരു കല്യാണം ഉണ്ടോ, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടോ, ഞാൻ വരുന്നുണ്ടോ, അതിനെ അപ്പൊ ഭക്ഷണം പേര് അള്ളാഹു നന്നായി അനുഗ്രഹിച്ച മനുഷ്യനെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറയുന്നതാണ്. ഒന്ന്, എല്ലാ മനുഷ്യന് ഒരു പിഴാപ്രായം കിട്ടിയില്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ സൗഭാഗ്യവാനാണ്. നല്ല മുഖത്ത് നോക്കിയാൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു പെണ്ണിനും കിട്ടിയോ നിങ്ങളാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ. നല്ല വസ്ത്രം ധരിക്കാനും നല്ല വിഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും തന്നെയാണ് പ്രേരിപ്പിക്കുന്നത്. ഭൗതിക വിരക്തി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും അനുഭവിക്കാതെ ജീവിക്കാൻ പറയും. ഇന്ന് ഒരു കല്യാണം ഒരു 500 കൊടുക്കാൻ വിചാരിച്ചു, കൊടുക്കണ്ടില്ലേ അല്ലേ? അത് പോയില്ലേ, 500 പോയി എന്നാ പറഞ്ഞോട് പോയാൽ അതാണ് പിശുക്ക്. ആ വിവാഹത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിവാഹത്തിന് തെരഞ്ഞെടുക്കുന്ന വധൂവരന്മാർക്കുണ്ടാകുന്ന നിബന്ധനകളെ പറ്റിയാണ് നമ്മൾ കേട്ടത്. ഇനി ആ വിവാഹ ദിവസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മിക്കട്ടെ. നമ്മുടെ വിവാഹങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതും എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതുമാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ മിതത്വമാണ് നമ്മുടെ മുഖമുദ്ര. എല്ലാത്തിലും ഒരു മിതമായ ഒരു അവസ്ഥ ഉണ്ടാവണം. അത് വസ്ത്രവിധാനത്തിലായിരുന്നാലും അതേപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളായിരുന്നാലും എല്ലാത്തിലും ധൂർത്തോ അമിത വ്യയമോ ഉണ്ടാകാൻ പാടില്ല. ധൂർത്തി എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ധൂർത്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിപരീത പദം മനസ്സിലാക്കണം. ശിർക്ക് മനസ്സിലാക്കാൻ, തൗഹീദ് മനസ്സിലാക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്നത് ശിർക്ക് മനസ്സിലാക്കണം എന്നാണ്. തൗഹീദ് മനസ്സിലാക്കണമെങ്കിൽ ശിർക്ക് മനസ്സിലാക്കണം. അതുപോലെ എന്താണ് ധൂർത്ത് എന്ന് പറയുന്നതിന് മുമ്പ് അതിന് നേരെ വിപരീതം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഏറ്റവും ദുഷിച്ച സ്വഭാവമാണ് എന്നാണ്. അതിന് പിശുക്ക് എന്നാണ് പേര് മലയാളത്തിൽ. ഷുഹ് എന്ന് ബുഖ്ല് എന്നൊക്കെ അറബിയിൽ പറയുന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ പിശുക്ക് ഒരു മനുഷ്യനുണ്ടായാൽ ഈ പിശുക്കിൽ നിന്ന് ആരെ രക്ഷപ്പെടുന്നുവോ അവനാണ് വിജയി എന്ന് ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഹശർ 9-9 വചനമാണ്. ആരെങ്കിലും പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടോ അവൻ വിജയിച്ചു എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. എന്നാൽ പിശുക്ക് ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ടാലോ അവൻ വിജയിക്കുകയും ചെയ്യും. അതുപോലെ ആരെയും കല്യാണത്തിന് വിളിക്കണ്ട, അതൊക്കെ അമിത ചെലവാണ്. അല്ലെങ്കിൽ ഞാൻ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെ ജീവിച്ചു പോട്ടെ, അതേപോലെ തന്നെ എന്റെ വീട് അത്രയൊന്നും വേണ്ട. റസൂലുള്ളാഹി പറയുന്നത് നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെ നശിപ്പിച്ചു കളഞ്ഞ വളരെ ദുഷിച്ചൊരു സ്വഭാവമാകുന്നു പിശുക്ക്. പറയുന്നത് അവരെ ആ പിശുക്ക് കൊണ്ട് പ്രേരിപ്പിച്ച ഘടകം എന്താണോ അവർ പരസ്പരം രക്തം ചിന്താനും ഹറാമുകളെ ഹലാലാക്കുവാനും അവരെ പ്രേരിപ്പിച്ചു. എന്നാലും അവരെ ദുരിത കാരണങ്ങൾ പിശുക്ക് കാരണത്താൽ മുസ്ലിങ്ങൾ പരസ്പരമോ അല്ലെങ്കിൽ ബന്ധങ്ങൾ തകരുവാനോ ഒക്കെ അത് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കൊടുക്കണ്ട, അവർ പറയണ്ട, അവരാരാ എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് മാറും. വളരെ മോശപ്പെട്ട സ്വഭാവത്തിലേക്ക് മാറും ലുബ്ധ കാരണം. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യനെ ഏറ്റവും ദുഷിച്ച സ്വഭാവത്തിൽപ്പെടുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്ന ലുബ്ധാണ്. നമ്മൾ പറയുന്നത് വേറെ ആളെ പറ്റിയാ പറയുന്നത്, ഇത് എന്നെ പറ്റി നിങ്ങളെ പറ്റിയാ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് മനസ്സിലൊരു വലിയ വിഷമുണ്ടോ, അതിന്റെ പേരാ പിശുക്ക്. എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് കൊടുക്കുന്ന സമയത്ത് ഇടങ്ങാറില്ലാതെ സന്തോഷകരമായി കൊണ്ട് മതിയാവുന്ന പക്ഷേ അയാളെന്ത് വിചാരിക്കോ അല്ലെങ്കിൽ അയാൾക്ക് ഇതുകൊണ്ട് തരിയോ എന്ന് മനസ്സിലുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്വഭാവം. അതാണ് നമുക്ക് വേണ്ടത്. സമയത്ത് കൊടുക്കുന്ന സമയത്ത് 500 കൊടുത്തു വേണ്ടില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് ഒരു കല്യാണം ഒരു 500 കൊടുക്കണം, കൊടുക്കാൻ വിചാരിച്ചു,
വെക്കണ്ടില്ലേ, അത് പോയില്ലേ, 500 പോയി എന്നാ പറഞ്ഞോട് പോയാൽ അതാണ് പിശുക്ക്. അത് കൊടുത്തിട്ടൊരു കാര്യമില്ല, കൊടുത്തതിനോട് ദോഷമുണ്ടാകുന്ന പറയാം. ബുഖലിനേക്കാൾ ദുഷിച്ച ഒരു രോഗം നിങ്ങൾക്ക് വരാനുണ്ടോ? ഏറ്റവും വലിയ ദുഷിച്ച രോഗം പിശുക്ക് എന്ന പറയുന്നത്. ഒരു ഈമാനുള്ള നല്ല വിശ്വാസിയായ ഒരു മനുഷ്യരിൽ ശുഭവും ഈമാനും ഒരുമിച്ചുണ്ടാവില്ല. ഈമാനും പിശുക്കും ഒരു മനുഷ്യൻ, ഒരു നല്ല സത്യവിശ്വാസിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. അബദ്ധം അത് കുറച്ചു കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതല്ല, ഒരിക്കലും ഉണ്ടാവില്ല. മരണം വരെ പിശുക്കില്ലാതെ ജീവിക്കാൻ കഴിയണം. മറ്റൊരു ഹദീസിൽ എന്താ പറയുന്നത്? പിശുക്കുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. വേറൊരു പിശുക്കൻ അല്ലാഹുവിന് വിദൂരമാണ്, സ്വർഗത്തിന് വിദൂരമാണ്, മനുഷ്യരിന് വിദൂരമാണ്, നരകത്തോട് അടുക്കുന്നതുമാണ്. പിശുക്കന്മാരാൽ പിരിവിന് പോകുന്ന അയാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ അയാൾ ഒന്നിനും പറ്റൂല. മനുഷ്യന്മാരിൽ നടന്ന് പറഞ്ഞ ഹദീസാണ് പറഞ്ഞത്. അതുകൊണ്ട് പിശുക്ക് നിന്ന് രക്ഷപ്പെടണം. അത് നമുക്കുണ്ടോ? മാറ്റിവെക്കണം, കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊന്നും കൊടുക്കുന്നില്ല എന്നൊന്നും കേട്ടോ ഈ പറഞ്ഞപ്പം. കാരണം നമ്മള് ഉരുൾപൊട്ടുന്ന സമയത്ത് നമ്മൾ പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. 96,182 രൂപയാണ് ഇവിടുത്തെ കിട്ടിയത്. ചിലരല്ല കൊടുത്തത്. സാധാരണ കണക്ക് തിരുന്നത് വലിയ അതിന്റെ 4 മണിയൊക്കെയാണ് സാധാരണ. നന്നായി കൊടുത്തിട്ടുണ്ട്. അതാ ഇതിൽ കൊടുക്കാത്ത ആളുകളാണ്, അവരെ പറ്റി മാത്രമാണ് പറയുന്നത്. ഇതിനും നിങ്ങൾ 500 രൂപയിൽ നിങ്ങൾ 100 രൂപയിൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ പേരാണ് പിശുക്കൻ. നിങ്ങളുടെ പേരാണ് പിശുക്കൻ. നിങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും പ്രാരാബ്ദം തന്നെയാണോ? ഒന്നും ചെയ്യാൻ കഴിയില്ലേ? നമ്മൾ അറിയണം നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് വിഷയമായിരുന്നാലും അവിടെ പിശുക്ക് പാടില്ല. അതേപോലെ തന്നെ അമിതവ്യയവും പാടില്ല. നേരെ വിപരീതമാണ്. അമിതവ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോട് ഇവിടെ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കുന്ന, അതേപോലെ തന്നെ ഇവിടെ ചുരൽമല പോയിട്ട് അധ്വാനിക്കുന്ന നമ്മുടെ പ്രവർത്തകരെ കുറിച്ചിട്ട് ഒരാളെ പറഞ്ഞത്, നിങ്ങളൊന്ന് ഉപദേശിക്കണവരെ അവർ വല്ലാതെ പോക്ക് പോകുന്നുണ്ടെന്നാണ്. ഇത് ഗണത്തിൽപ്പെടുമെന്ന് അവരാണ് ചോദിക്കേണ്ടത്. കാരണം ഒരു സംഗതിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കണം. അത് വീട്ടിൽ പട്ടിണിയായി പാടില്ല. അതുപോലെ തന്നെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞിട്ട് ഒന്നും നോക്കാതെ, കാലാകാലങ്ങൾ നോക്കാത്ത മനുഷ്യനാണെങ്കിൽ അവന് എന്തൊക്കെ ചെയ്യണമെന്നല്ലാതെ ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യണമെന്നർത്ഥം. ഞാൻ ആമുഖമായി ഒതുക്കേൽപ്പിച്ച ഒരായത്ത്. ആയത്തിൽ എങ്ങനെയാണ്? കുൽ നബിയെ താങ്കൾ പറയുക, അള്ളാഹു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക്, ആ അനുഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവൻ ഹറാമാക്കാൻ. ഇതിന്റെ ഡ്രസ് പാവപ്പെട്ട മനുഷ്യന്റെ ഡ്രസ് മതി എനിക്ക് എന്ന് ആരാണ് പറയുന്നത്? ചോദിക്കുകയാണ്. ആയത്തൊക്കെ നമുക്ക് പരിശോധിച്ച് വെക്കുക. നല്ല വസ്ത്രം ധരിക്കാനും നല്ല ഭക്ഷണം ആഹരിക്കാനും നല്ല വിഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും തന്നെയാണ് പ്രേരിപ്പിക്കുന്നത്. ഒന്നും അനുഭവിക്കാതെ ഭൗതിക വിരക്തി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും അനുഭവിക്കാതെ ജീവിക്കാൻ ഖുർആൻ പറയുന്നില്ല. എന്ന് മാത്രമല്ല പറയാം, താങ്കൾ പറഞ്ഞു കൊടുക്കൂ, അള്ളാഹു അലങ്കാരമാക്കി വെച്ചതിനെ പാടില്ല എന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഹറാമാക്കിയവനാര്? അഖ്റജൽ ഇബാദി. എന്താണ് അനുഗ്രഹം? അഖ്റജൽ ഇബാദി, തന്റെ അടിയാന്മാർക്ക്, അടിമകൾക്ക് അള്ളാഹു കൊടുത്തതാണ്. കാണട്ടെ എന്നാണ്. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിവഴക്ക് പറയാം. നല്ല ഭക്ഷണം അവർ കഴിക്കട്ടെ, പാടില്ല. രോഗികൾ കഴിക്കാണ്ടിരിക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റാം. പക്ഷെ ഒരു കുഴപ്പമില്ല, എന്നിട്ടൊന്നും കഴിക്കുന്നില്ല, ഒന്നും ഒരു നല്ല ഭക്ഷണം ധരിക്കുന്നില്ല എങ്കിൽ എന്താ ചോദിക്കുകയാണ്, ആരാണോ നിന്നോട് പാടില്ല എന്ന് പറഞ്ഞത്? എന്താ സംശയമുണ്ടോ? എന്തൊരായത്താണ്? ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ള വിഭവങ്ങളാണത്, അവർ അനുഭവിക്കട്ടെ എന്നാണ്.
എല്ലാം പാടില്ല, ഒന്നും പാടില്ല, ഒന്നും പാടില്ല എന്ന് പറയാൻ ആരാണ് നമുക്ക് അവകാശം നൽകിയത്? പാടുണ്ട് എന്ന് പറയാം. അത് സത്യവിശ്വാസികളായ ആളുകൾക്ക് മാത്രം പരിമിതപ്പെട്ട് പരലോകത്തും കിട്ടുകയും ചെയ്യും. പറഞ്ഞാല് ദുനിയാവിലും അനുഭവിക്കാം, പരലോകത്തും കിട്ടും. അത് ആർക്ക് കിട്ടുക? മുമ്പ് പറഞ്ഞ പോലെ കുട്ടികൾ ചോദിച്ചല്ലോ, പരലോകത്ത് ക്രിക്കറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചു. മദ്രസയിലെ കുട്ടി ചോദിച്ചതാ, സാറേ മദ്രസയിലെ കുട്ടികൾ ചോദിക്കാം എന്താ ചോദിച്ചത്? പരലോകത്ത് ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ സ്വർഗം തരങ്ങളൊക്കെ, ആ സ്വർഗത്തിൽ ക്രിക്കറ്റ് ഉണ്ടാവുമല്ലോ. ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തത് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഉണ്ടാവും, പക്ഷെ മോൻ അവിടെ ഉണ്ടാവുമോ നോക്കിയാൽ മതി എന്നാണ്. എന്ന് പറഞ്ഞാല് അവിടെ ഉണ്ടാകാതെ കളിക്കണമെങ്കിൽ നമ്മളവിടെ വേണ്ടേ? അതിനകത്ത് വേണം, നിസ്കരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, സത്യസന്ധമായിരിക്കണം, കടവ് പാടില്ല, ചതി പാടില്ല, ഉമ്മാനുപ്പാനൊക്കെ അനുസരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ഈ വിശ്വാസികളായ ആളുകൾ തിന്നും കുടിച്ചും രമിച്ചും ദുനിയാവിൽ കഴിഞ്ഞുകൂടാൻ മാത്രമല്ല, അത് പരലോകത്തെ കൂടി കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറയാം. വിവരമുള്ള ആളുകൾക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭംഗിക്കും അഴകിനും അലങ്കാരത്തിനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ചത് പാടില്ലെന്ന് പറയാൻ പാടില്ല, അത് അമിതമാകാൻ പാടില്ല. ഒരു സഹാബി ഉദാഹരണം പറയട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പിന്നെ സഹചാരിയെ നടക്കുന്ന ഒരു സഹാബിയാണ്. ഞാനൊക്കെ പറഞ്ഞ രൂപത്തിലാണ്. അത് കണ്ടാൽ ഒരു വസ്ത്രം പറ്റൂല, അത് ഡ്രസ് കണ്ടാൽ അങ്ങനെയാണ്. ഭൗതിക വ്യക്തി എന്ന തരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹദീസിൽ വന്നതാ ചോദിക്കുന്നത്, അല്ല സഹോദര, താങ്കൾക്ക് ഒന്നുമില്ലേ? റസൂലിനെ അറിയാം, ആൾക്ക് വിഭവങ്ങളുണ്ട്. റസൂൽ പറയാണ്, ഉണ്ട് റസൂലെ, എനിക്ക് ആടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, അതേപോലെ തന്നെ കുതിരകളുണ്ട്, അതേപോലെ തന്നെ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പം ചോദിച്ചു, സഹാബാക്കൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ഉത്തരങ്ങളെ. എങ്കിൽ അള്ളാഹു താങ്കൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്ന അനുഗ്രഹത്തിന്റെ അടയാളം നിന്നിൽ അത് കാണുന്നത് അള്ളാഹുക്ക് ഇഷ്ടമാണ്. നീ നല്ല വസ്ത്രം ധരിക്കാൻ പഠിച്ചവർക്ക് ഇഷ്ടമാണല്ലോ. നിന്റെ കോലങ്ങളൊക്കെ രൂപങ്ങളൊക്കെ നന്നായിട്ട് മനോഹരമായിക്കൊണ്ടിരിക്കുന്ന പഠിച്ചവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിച്ചവൻ കാണുന്നത് പഠിച്ചവർക്ക് ഇഷ്ടമാണ്. അത് നീ കാണിക്കുകയും ചെയ്യണം. നിന്നെ ആദരിച്ച് അലങ്കാരപ്പെടുത്തി മനുഷ്യനെ ആദരിച്ച മനുഷ്യനാണ്. ആ ആദരവും അംഗീകാരവും നിന്നിൽ കൂടെ കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പ്രശ്നം പോരട്ടോ, നിന്റെ പിന്നെ ചെരുപ്പ് മാറ്റണം കേട്ടോ, നിന്റെ വാഹനം മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞെടുക്കാൻ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 4 സൗഭാഗ്യങ്ങളെ കുറിച്ച് ഹദീസിന്റെ പറയാണ്. 4 അനുഗ്രഹങ്ങൾ നല്ലോണം കേട്ടോടെ. എന്താണ് കേട്ടുന്നത്? അദ്ദേഹം പറയുന്നത് 4 അനുഗ്രഹങ്ങൾ, അത് വലിയ ഐശ്വര്യമാണ്. ഒരു മനുഷ്യനുണ്ടായ രക്ഷപ്പെടും. അവന്റെ പേരാണ് നല്ല വിശ്വാസികൾ, നല്ല മനുഷ്യൻ എന്നുള്ളത്. അതേപോലെ നല്ല സൗഭാഗ്യം ലഭിച്ചവർ, അള്ളാഹു നന്നായി അനുഗ്രഹിച്ച മനുഷ്യനെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം എന്ന് പറഞ്ഞ സൂറത്തായി പറയുന്നതാണ്. 1 അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ട്. ഒരു നല്ല മനുഷ്യന് ഒരു പിഴാപ്പിളായിട്ട് കിട്ടിയില്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ സൗഭാഗ്യവാനാണ്. നല്ല മുഖത്ത് നോക്കിയാൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു പെണ്ണിനും കിട്ടിയോ നിങ്ങളാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ. 2 അൽ മസ്കനുൽ വാസി, വിശാലമായ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്, സഹായത്താണ്. 3 അൽ മർകബുൽ ഹനീഫ്, സുഖകരമായ വാഹനം, പൊട്ടിപ്പൊളിഞ്ഞ വാഹനം, നല്ല സുഖകരമായ ഒരു വാഹനം നിങ്ങൾക്കുണ്ടോ? നല്ലൊരു അനുഗ്രഹമാണ്, പഠിത്തം അനുഗ്രഹമാണ്. 4 നല്ല അയൽവാസി, സാലിഹായ ഒരു അയൽവാസി. നിങ്ങളെ വീട് കൂട്ടിപ്പോൾ വേക്കിലാണെന്ന് വീട്, മുമ്പിലാണ് നിങ്ങളുടെ അയൽവാസി. എന്ത് ചെയ്യണം? നിങ്ങൾ കൂട്ടാതെ പോയാലും അത് കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുന്ന ഒരു അയൽക്കാർ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ആലോചിച്ചപ്പോൾ. ഇതാണ് സൗഭാഗ്യം പറയുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വേണ്ടെന്ന് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അമിതമായി ചെയ്യേണ്ടതല്ല, ചെയ്യുന്നത് കിട്ടുന്നത് വലിയ അനുഗ്രഹമാണ്. അത് കാണുന്നതും അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. 1 ഈ കല്യാണത്തിന്റെ സമയത്ത് പറയട്ടെ, 1-2 കാര്യങ്ങൾ പറയാൻ തോന്നുന്നു. വിവാഹത്തിന്റെ ദിവസത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അപ്പ കൊടുക്കേണ്ടത് നമ്മൾ പറയുക, കല്യാണത്തിന് പോയാൽ അവിടെ ആണിന്റെ കല്യാണമാണോ പെണ്ണിന്റെ കല്യാണം അതെനിക്കറിയില്ല, ഞാൻ ഭക്ഷണം കഴിച്ചു പോകുന്നതാണ്. ഇതിന് കല്യാണത്തിന് പോയി എന്ന് പറയാൻ പറ്റുമോ?
നമ്മളെന്താ ചെയ്യേണ്ടത്? അറിയണം. നമ്മൾ വലീമത്ത് കൊടുക്കണം. അപ്പോൾ കൊടുക്കേണ്ടത് ഏറ്റവും പുണ്യമുള്ള ഭക്ഷണമാണ് വലീമത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിവാഹത്തോടനുബന്ധിച്ച് വിളമ്പുന്ന ഭക്ഷണത്തിനാണ് വലീമത്ത് എന്ന് പറയാം. അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണോ പിന്നെ ഉദയത്ത് ഇറക്കേണ്ടത് എന്ന് അത് ചോദിക്കുമോ? ശേഷമാണ് അവർ ഇറക്കേണ്ടത്. അതേപോലെ തന്നെ ഭക്ഷണം എപ്പോഴും വിളമ്പേണ്ടത് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് വിളമ്പേണ്ടത്. നമ്മുടെ നിക്കാഹിന് ആണ് ആളുകളെ സാക്ഷ്യപ്പെടുത്തേണ്ടത്, ആളുകളെ കാണിക്കണം. സുഖം പറഞ്ഞത് അബ്ദുറഹ്മാൻ പറയുന്നുണ്ട്, പിന്നെ വലീമത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ സിമ്പിൾ ഒരു ആടിനെങ്കിലും അർത്ഥത്തിൽ ചെയ്യണം, വലീമത്ത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. പുണ്യം കൊടുക്കണം. ആരെ വിളിക്കാതെ നിങ്ങൾ കല്യാണം കഴിക്കണ്ട. വിവാഹത്തിന് ക്ഷണിച്ചാൽ മറുപടിയാണ്. ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ 100 ആളെ വിളിച്ചാൽ 500 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. എന്താ? മോശമായി പോകും, വഷളായി പോകും. എന്നിട്ട് മകന്റെ വക വിളി, അതായത് ഉപ്പാന്റെ വക വിളി, സുഹൃത്തുക്കളെ വക വിളി, ഒന്നാരും വിളി, അവരുടെ ലക്കുലൊക്കെ ആകെ പിടുത്തപ്പെടും. ഈ ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും അനുസരിക്കുകയാണെങ്കിൽ എന്തൊരു മനോഹരമായ പ്രതിപാദനമാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയാം, ഇതാ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി, ഏത് ഭക്ഷണത്തിന്? ഈ വിവാഹത്തോടനുബന്ധിച്ച് കൊടുക്കുന്ന ഭക്ഷണം, അതാണല്ലോ സൽക്കാരം പറയുന്നത്. ആ സദ്യക്ക് വേണ്ടി നിങ്ങൾ ക്ഷണിച്ചാൽ വലിയ ജീവിതം നിങ്ങൾ ഉത്തരം നൽകണം. അല്ല പറയണത് എനിക്കൊരു കല്യാണം ഉണ്ടോ, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടോ, ഞാൻ വരൂട്ടോ. അത് അപ്പൊ ഭക്ഷണം പേര് അവന്റെ പേര് നിങ്ങൾക്ക് വെട്ടാം, അതേ കണക്കാക്കി നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാം. വേസ്റ്റാവൂല എന്നർത്ഥം പറയാണ്. 2, നമ്മൾ പോയില്ല വെച്ചോ, ഡേറ്റൊക്കെ പറഞ്ഞു, ഞാൻ വരാട്ടോ എന്നൊക്കെ പറഞ്ഞു. പോയില്ലെങ്കിലോ കേട്ടോളി, ഇതെന്താ കേട്ടേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകനെ ധിക്കരിച്ചതിന് തുല്യമാണെന്ന്. ഒരു കല്യാണത്തിന് വിളിച്ച സർക്കാരിനെ വിളിച്ച് പോയില്ലെങ്കിൽ ഇതാർക്കറിയാം? അറിയാത്തവരായിരിക്കില്ല. പക്ഷെ അത് 2 കല്യാണത്തിന് പേരാ പോകേണ്ടത് അവിടെ പോലെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തെരഞ്ഞെടുപ്പാണ് ഉള്ളത്. മറ്റേതോ അയാളുടെ നമുക്ക് കൊണ്ട് ഭക്ഷണം വിളിക്കുമ്പോൾ തന്നെ പറയണം വരാൻ കഴിയുമല്ലോ. അതാണ് ക്ഷണിക്കുമ്പോഴും പിന്നെ വിവാഹത്തിൽ ക്ഷണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിക്കുന്നുണ്ട്. പറയാം, ഏറ്റവും ദുഷിച്ച ഭക്ഷണം ഏതാണ്? ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം വിവാഹത്തോടനുബന്ധിച്ച് കൊടുക്കുന്ന ഭക്ഷണമാണ്. എങ്ങനെ കൊടുക്കുന്നത്? പാവങ്ങളെ മാത്രം ഒഴിവാക്കി പണക്കാരെ മാത്രം വിളിക്കുന്ന കല്യാണങ്ങളുണ്ടല്ലോ, അതാണ് ഭൂമി ലോകത്തെ ഏറ്റവും മോശം ഭക്ഷണം. എന്താ പറയേണ്ടത്? അറിയാം. നമ്മൾ വിളിക്കുന്ന സമയത്ത് പാവങ്ങളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരെ കൂടിക്കൊണ്ടുവരാൻ. അവിടെ നല്ല കാറുണ്ടോ, അതേപോലെ തന്നെ കാറുള്ള ആൾക്കാരെ വിളിക്കുക. സർക്കാരിനെ വിളിക്കുമ്പോൾ അങ്ങനെയാണ്. അവർ കാറിന് വിളിച്ചാൽ അവരെ വന്നോളല്ലോ, അവരെ രണ്ടാളും കേട്ടാലോ. അതേപോലെ തന്നെ റിസോർട്ടിൽ വെച്ച് കല്യാണം നടത്താം, അല്ലെങ്കിൽ ഇന്ന കോടിക്കോ കുറച്ച് ദൂരമായിക്കോട്ടെ. ഈ പാവം ഭക്ഷാരങ്ങളൊന്നും വന്നാൽ കടങ്ങാറില്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഏറ്റവും ദുഷിച്ച ഭക്ഷണമാണ് കൊടുക്കുന്നതെന്നും ഏറ്റവും മോശപ്പെട്ട സൽക്കാരമാണ് നമ്മൾ നടത്തുന്നതെന്നും തിരിച്ചറിയണം. അതുകൊണ്ട് തോന്നോ ലളിതമാക്കണം. കണ്ടമാന ഭക്ഷണങ്ങൾ വളർത്തിയിട്ട് എല്ലാത്തരം വിഭവങ്ങളും ഞാൻ അവിടെ പോയപ്പോൾ അത്ര കിട്ടിയിരുന്നു, അതുകൊണ്ട് ഇത്ര നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം വേസ്റ്റ് ആക്കുകയും കണ്ടമാനം കടബാധ്യതയും ഉണ്ടാക്കുന്ന കല്യാണങ്ങളെ കുറിച്ച് പറയുന്ന ഏറ്റവും ബർക്കത്തുള്ള കല്യാണം അതേപോലെ തന്നെ മുഹൂന, ചെലവ് കുറഞ്ഞ ലളിതമായ എന്നാൽ ധാരാളം ആളുകൾ വിളിക്കാൻ കഴിയുന്ന കല്യാണമാണ് ഏറ്റവും സുന്ദരമായ കല്യാണം. വിവാഹമെന്ന് അതുകൊണ്ട് അന്തസ്സുള്ള സമുദായമാണ് മുസ്ലിം സമുദായം. ഈ അന്തസ്സും ആഭിജാത്യം ഇവിടെ കാണിക്കണം, നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. മറ്റുള്ള ആളുകൾ നോക്കുന്നുണ്ട്, വിവാഹ സമയത്ത് മാത്രമല്ല നോക്കുന്നുണ്ട്. നമുക്കത് മാതൃകയാക്കാൻ സാധിക്കണം. അല്ലാഹു മാതൃകായോഗ്യമായി ജീവിക്കാൻ അല്ലാഹു നമ്മെ ഇവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.